നമസ്കാരം. H1B വിസയിലെത്തി ജോലി നഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികൾക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിനായി അമേരിക്കയിൽ നിലവിലുള്ള 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഒഴിവാക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നിലവിൽ വൈറ്റ് ഹൌസ് ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റ് പരിശോധിച്ചു വരികയാണ് എന്നാണ് അവസാനമായി വന്ന റിപ്പോർട്ട്. എന്നാൽ ഇതുവരെയും ഇക്കാര്യം നിയമമായിട്ടില്ല. നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങളുടെ പൂർണ്ണ വിശദാംശങ്ങൾ നിലവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. നിലവിലെ ചട്ടത്തിൽ മാറ്റം വരുത്തിയാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ചില വിദേശ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും അമേരിക്കയിൽ തുടരുന്നതിനുള്ള സമയം വളരെ കുറയാനാണ് സാധ്യത. ഇക്കാര്യമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ രാജ്യം വിടുക എന്ന സാഹചര്യം കൂടെ ഇവർക്ക് സംജാതമാകും. നിലവിൽ ഒരു വിദേശ തൊഴിലാളിയുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിനെ അടിസ്ഥാനമാക്കി ജോലി അവസാനിച്ചാലും അനുവദിച്ചിരിക്കുന്ന താമസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പാണെങ്കിൽ ചില വിഭാഗങ്ങളിൽപ്പെട്ട തൊഴിലാളികൾക്ക് തുടർച്ചയായി പരമാവധി 60 ദിവസം അമേരിക്കയിൽ തുടരാൻ സാധിക്കും. പുതിയ ജോലി കണ്ടെത്തുന്നതിനോ മറ്റൊരു തൊഴിൽ ദാതാവിലേക്ക് മാറുന്നതിനോ ഇമിഗ്രേഷൻ സംബന്ധമായ മറ്റു മാർഗങ്ങൾ പരിശോധിക്കുന്നതിനോ ഈ കാലയളവ് സഹായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിർദ്ദേശം നടപ്പിലായാൽ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം പുതിയ തൊഴിൽ കണ്ടെത്താൻ വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന നിർണായകമായ സമയം ഇല്ലാതെയാകും. ഇത് അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ വലിയ ഒരു ആശങ്കയിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ വന്നാൽ, ഇത്തരത്തിലുള്ള നിയമം നിലവിൽ വന്നാൽ ജോലി നഷ്ടമായ ഉടൻ വിദേശ തൊഴിലാളികൾ രാജ്യം വിടേണ്ട ഒരു അവസ്ഥ വന്നു ചേരും. അമേരിക്കയിലെ H1B വിദഗ്ധ തൊഴിലാളി വിസ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവരിൽ ഇന്ത്യക്കാരാണ് ഭൂരിഭാഗവും. 2024 സാമ്പത്തിക വർഷത്തിൽ അംഗീകരിച്ച H1B അപേക്ഷകളിൽ 71% ഗുണഭോക്താക്കളും ഇന്ത്യയിൽ ജനിച്ചവരായിരുന്നു എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് കണക്കുകൾ നിന്നും വ്യക്തമാകുന്നത്. അതിനിടെ US ഇന്ത്യൻ വംശജരായ 52 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നതായാണ് US സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യം നൽകുന്നതിനായി 2017 നിലവിൽ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം ചില നോൺ ഇമിഗ്രേഷൻ തൊഴിലാളികൾക്ക് ജോലി അവസാനിച്ചാൽ പരമാവധി 60 ദിവസം വരെ അമേരിക്കയിൽ തുടരാനായി സാധിക്കും. എന്നാൽ അവരുടെ അനുവദിച്ചിട്ടുള്ള താമസ കാലാവധി അതിനു മുമ്പ് അവസാനിക്കുകയാണെങ്കിൽ അതാണ് ബാധകമാവുക. E1, E2, E3, H1B, H1B1, L1, O1, TN തുടങ്ങിയ വിവിധ വിസ വിഭാഗങ്ങൾപ്പെട്ട തൊഴിലാളികൾക്ക് ഈ വ്യവസ്ഥ ബാധകമായിരിക്കും. ഇവരുടെ ആശ്രിതർക്കും ഇതിന്റെ പരിരക്ഷ ലഭിക്കും. ജോലി നഷ്ടപ്പെട്ട ശേഷം പുതിയ തൊഴിലുടമയെ കണ്ടെത്താൻ പുതിയ വിസയ്ക്കായി അപേക്ഷിക്കുവാനും അല്ലെങ്കിൽ അമേരിക്കയിൽ നിയമപരമായി തുടരാനുള്ള മറ്റു മാർഗങ്ങൾ പരിശോധിക്കാനും ഈ 60 ദിവസത്തെ കാലയളവ് നിർണായകമാണ്. അതുകൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റം നിലവിൽ വന്നാൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് H1B വിസയിലുള്ള നിരവധി ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വലിയ സമ്മർദ്ദം നേരിടേണ്ട സാധ്യതയുണ്ട്. എങ്കിലും ഈ നിർദ്ദേശം ഇപ്പോഴും നിയമമായി വന്നിട്ടില്ല എന്നതു മാത്രമാണ് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏക ഒരു ആശ്വാസം. പക്ഷേ ഈ ആശ്വാസം എത്ര നാൾ നിലനിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.